അപ്രതീക്ഷിതമായി വന്ന ട്രെയിലർ ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുംബൈയിൽ ഇവന്റ് നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഐമാക്സ് ട്രെയിലറൊക്കെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അപ്രതീക്ഷിതമായി രാത്രിയിലെത്തിയ ട്രെയിലറിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരുടെയും വലിയ ചർച്ച. ട്രെയിലർ എത്തിയപ്പോൾ അതിലും വലിയ ചർച്ചയായി. കാരണം ട്രെയിലറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന നിഗൂഢമായ പല കാര്യങ്ങളും പ്രേക്ഷകർ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വെച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. പലരുടെയും മുഖങ്ങൾ റിവീൽ ചെയ്യാതുള്ള ക്യാരക്ടറുകൾ വന്നു പോകുന്നുണ്ട്. അവരാരാണ് എന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നത്. ഓരോ സ്ക്രീൻഷോട്ടുകളും പങ്കുവെച്ചുകൊണ്ട് ഇതാരാണ് എന്ന് ചോദിക്കുന്നത്. ഇതുവരെ നമുക്ക് ഡ്രാഗൺ സിംബലുള്ള ഒരു കോട്ട് ധരിച്ച ആളെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഈ ട്രെയിലറിൽ നിറയെ നമ്മൾ കാണാത്ത പല ആൾക്കാരും നമ്മളെ സർപ്രൈസ് ചെയ്യാൻ എത്തുന്നു എന്നത് കാണാൻ കഴിയും. എല്ലാ ഫാൻ പേജുകളിലും ഇപ്പോൾ ട്രെയിലർ ട്രെൻഡിംഗ് ആണ്. റിലീസായ മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ മില്യൺ വ്യൂസ് ആണ് മലയാളം ട്രെയിലർ നേടിയെടുത്തത്. അതുപോലെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെ ട്രെയിലറുകൾക്കും ഗംഭീര റെസ്പോൺസ് ആണ് ലഭിക്കുന്നത്. മലയാളം ട്രെയിലർ ആദ്യം കണ്ട പല നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരും ഈ സിനിമയുടെയും ഈ ട്രെയിലറിന്റെയും ക്വാളിറ്റിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കാരണം എനിക്ക് 90% ഈ ഭാഷ അറിയില്ല. പക്ഷേ ഞാൻ ഈ ട്രെയിലർ കണ്ട് ശരിക്കും എൻജോയ് ചെയ്തു. ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് തന്നെയാണ് അവരുടെ വാക്കുകൾ. നേരത്തെ അറിയിച്ചതുപോലെ മോഹൻലാൽ ഫാൻസിന് ആഘോഷിക്കാനുള്ളത് എല്ലാം ട്രെയിലറിലുണ്ട്. വേൾഡ് ക്ലാസ് ട്രെയിലർ എന്ന് തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എത്തിയത് ബോക്സ് ഓഫീസ് വിളയാട്ടം തന്നെയാണ്. ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന മോഹൻലാലിന്റെ എമ്പുരാനെയാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഒരു റെക്കോർഡ് സംഭവങ്ങൾ കൂടി എമ്പുരാൻ തീർക്കുന്നു എന്നതാണ് എല്ലാ പ്രേക്ഷകരെയും അതിശയപ്പെടുത്തുന്നതും. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ അതിശയം പ്രകടിപ്പിക്കുന്നത്. കാരണം ലൂസിഫർ ആണല്ലോ വരുന്നത്. എമ്പുരാൻ ജർമ്മനിയിൽ ഒരു ഗംഭീര സംഭവം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ബിഗ്ഗസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഓപ്പണറായി ജർമ്മനിയിൽ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ എമ്പുരാൻ മലർത്തി അടിച്ചിരിക്കുന്നത് സാക്ഷാൽ കൽക്കി, പുഷ്പ 2 എന്നീ സിനിമകളെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, പുഷ്പ 2 വരെ മോഹൻലാൽ ജർമ്മനിയിൽ പിന്നിലാക്കി കഴിഞ്ഞു. വിദേശ മാർക്കറ്റുകളിലാണ് എമ്പുരാൻ ശരിക്കും അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയുള്ള ബുക്കിംഗ് എല്ലാം ആരംഭിച്ചല്ലോ. ഇത് വെറും അഡ്വാൻസ് സെയിലൂടെ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. പ്രീ സെയിൽ ഇങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ബുക്കിംഗ് വരുമ്പോൾ എന്തായിരിക്കും? പ്രീ സെയിലൂടെ ഇനി ജർമ്മനിയിൽ പല റെക്കോർഡുകളും മോഹൻലാൽ എമ്പുരാനിലൂടെ തീർക്കും എന്നിരിക്കെ ജർമ്മനിയിലെ ഓൾ ടൈം ഇന്ത്യൻ ഓപ്പണർ എന്ന് പറയുന്നത് പത്താനും ജവാനുമാണ് ഉള്ളത്. ഷാറുഖ് ഖാനെയും കൂടി ഇനി മോഹൻലാലിന് മറികടന്നാൽ മതി. അതിനി വരും ദിവസങ്ങളിൽ അറിയാനും പറ്റും. 7000+ ടിക്കറ്റുകളാണ് ഇതുവരെ അവിടെ വിറ്റഴിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ കളി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിലും മുകളിലുള്ള റെക്കോർഡുകൾ തീർക്കാൻ ഇന്ത്യയിൽ ബുക്കിംഗ് ആരംഭിക്കാൻ പോകുന്ന വിവരമാണ് മോഹൻലാൽ നമ്മളെ അറിയിച്ചത്. മാർച്ച് 21 രാവിലെ 9 മണി മുതൽ എമ്പുരാന് ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആവും എന്നത്. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ഇന്ത്യയിലെ തിയേറ്ററിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് നാളെ ആരംഭിക്കുക. അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട പോസ്റ്ററിന് താഴെ ചില രസകരമായ ചോദ്യങ്ങളുമായി ആരാധകർ എത്തിയിട്ടുമുണ്ട്. പറഞ്ഞ സമയത്തിന് മുമ്പേ ട്രെയിലർ വന്നതുപോലെ ബുക്കിംഗ് നേരത്തെ ഓപ്പൺ ആവുമോ എന്ന് ചോദിക്കുന്നവരെയും കമന്റിൽ കാണാം. ഓവർസീസ് ബുക്കിംഗ് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. മികച്ച പ്രതികരണമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ടിക്കറ്റ് ബുക്കിംഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 27 രാവിലെ 6 മണിക്ക് എമ്പുരാന്റെ ആദ്യ ഷോ നടക്കുക. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും സിനിമയുടെ നിരവധി ഫാൻ ഷോസ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ നടക്കാൻ പോകുന്നത് കൊലവേട്ടയായിരിക്കുമെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. കാരണം ബുക്ക് മൈ ഷോയിൽ ഇതിനോടകം 250K ഇൻട്രസ്റ്റ് നമ്മൾ മറികടന്നു കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയായിരിക്കും ബുക്കിംഗിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതും ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതിനോടകം മോഹൻലാൽ അടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞു ഓൾ ടൈം ഹയസ്റ്റ് പ്രീസെയിൽ ഫോർ എ മലയാളം സിനിമ എന്ന കാര്യം തന്നെ. റെക്കോർഡ് പ്രീസെയിലാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നവർ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞെത്തി. കൂടുതൽ കോടികളുടെ നമ്പറുകളൊന്നും പറയുന്നില്ലെങ്കിലും ഇത് ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇതൊക്കെ ഒരു ഭാഗത്തേക്കുമ്പോൾ സിനിമയ്ക്കകത്ത് നിന്നും നിരവധി പേരാണ് ട്രെയിലറിനെ പ്രശംസിച്ചുകൊണ്ട് എത്തിയത്. രാജമൗലിയും രജനികാന്തും അടക്കം ഗംഭീര വാക്കുകളാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടതിന് ശേഷം പറഞ്ഞു വെച്ചതും. ഡിയർ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഫിലിം എമ്പുരാൻ ട്രെയിലർ കണ്ടു, ഫാന്റാസ്റ്റിക് വർക്ക് എന്നാണ് രജനികാന്ത് പറഞ്ഞത്. ആശംസകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. എമ്പുരാൻ ട്രെയിലർ ആദ്യ ഷോട്ടിൽ തന്നെ എന്നെ ആകർഷിച്ചു. മോഹൻലാൽ സാറിന്റെ ശക്തമായ സാന്നിധ്യം ശരിക്കും ആകർഷകമാണ്. വമ്പിച്ച തോതിലുള്ള അതിശയിപ്പിക്കുന്ന ആക്ഷൻ. ഇതിനകം തന്നെ ഒരു ബ്ലോക്ക് ബാസ്റ്റർ പോലെ തോന്നുന്നു എന്ന് പറയുകയാണ് രാജമൗലി. അങ്ങനെ ഓരോ പ്രശസ്ത ആൾക്കാരും എമ്പുരാനെ പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ എത്തുന്നു. ഇതിനപ്പുറം കൗതുകം ജനിപ്പിച്ചത് പൃഥ്വിരാജിന്റെ എമ്പുരാന് ശേഷം മോഹൻലാലിനെ വെച്ച് തൊട്ടു പിന്നാലെ പടവുമായി എത്തുന്ന തരുൺമൂർത്തിയുടെ വാക്കുകളാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാണ് ട്രെയിലർ കണ്ടതിന് ശേഷം തരുൺ പൃഥ്വിക്ക് അയച്ച മെസ്സേജ്. അയ്യോ, ഞാൻ വ്യക്തിപരമായി നിങ്ങളുടെ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് എന്നാണ് ഇതിനുള്ള പൃഥ്വിയുടെ മറുപടി എത്തിയത്. വാട്സപ്പിലൂടെ അവർ പങ്കുവച്ച കോൺവെർസേഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അതിശയം സമ്മാനിക്കുന്നത്. ഫാൻ ബോയ്സ് ചാറ്റ് എന്ന് കുറിച്ചുകൊണ്ട് തരുൺമൂർത്തി തന്നെയാണ് ഇരുവരുടെയും സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇങ്ങനെയും ചില കൗതുകങ്ങൾ ഇതിനിടയിൽ സംഭവിക്കുന്നു എന്നതുകൂടി കാണുകയാണ് നമ്മൾ.